നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുന്നില്ല എങ്കിൽ കൂടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണോ? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ദൈവത്തിന് സകല ശക്തിയും ഇല്ലയോ? ആ ശക്തി നമ്മളിലേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നാം പ്രാർത്ഥിക്കണോ? നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് റിലീസ് ചെയ്യാൻ തക്കവണ്ണം അത്രമാത്രം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണോ? ഇന്നത്തെ സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ആൻഡ് അവസാനത്തെ കാര്യം വരെ ശ്രദ്ധയോടിരിക്കണം, കാരണം 3-ാമത്തെ കാര്യത്തിലാണ് നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. ഹലോ, ഐ എം ജോർജ് മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. നിങ്ങൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആ അൺജസ്റ്റ് ജഡ്ജ്, ആ അനീതിയുള്ള ആ ന്യായാധിപനെ പറ്റി നിങ്ങൾ വായിച്ചു കാണും. ഒരു വിധവ ഓരോ ദിവസവും തൻ്റെ അടുക്കലേക്ക് വന്ന് അവൾക്ക് നീതി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് വന്ന് എപ്പോഴും നിരന്തരമായി ഈ ന്യായാധിപൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. അവസാനം അവളുടെ ആ ഇടിച്ചു നിൽക്കുന്ന ആ സ്വഭാവം കൊണ്ട് ആ ന്യായാധിപൻ അവൾക്ക് നീതി കൊടുക്കുക. പക്ഷെ നമ്മുടെ ദൈവം അനീതിയുള്ള ഒരു ന്യായാധിപനല്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നിരന്തരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്? ഈ 1-ാമത്തെ കാര്യം നാം ശ്രദ്ധയിൽ വെക്കേണ്ടത്, ഗോഡ് ഹാസ് ഡിപ്പോസിറ്റഡ് ഹിസ് പവർ ഇൻ അസ്. ദൈവം തൻ്റെ ശക്തിയെ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാവുമെങ്കിൽ, ഈ സത്യമൊന്ന് മനസ്സിലാവുമെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാവും. യേശു പറഞ്ഞത് ലൂക്കോസ് 24:49, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നീട് അപ്പോസ്തലപ്രവർത്തികൾ 1:8 യേശു പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പവർഫുൾ വാക്യം ഒന്ന് നോക്കി, എഫേസ്യർ 3:20, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ആ വാക്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. ഇംഗ്ലീഷിലും ഗ്രീക്കിലും അത് വളരെ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ ഓൾ, എബവ് ഓൾ, അബണ്ടൻലി എബവ് ഓൾ, എക്സീഡിംഗ്ലി അബണ്ടൻലി എബവ് ഓൾ, അതായത് അത്യന്തം പരമായി, അതിലും പരമായി എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ് അവിടെ ആ കാണുന്നത്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സകലത്തിലും മുകളിലായി, അതിനേക്കാട്ടിലും ഉപരിയായി, ഏറ്റവും സമൃദ്ധിയായി ഉപരിയായി ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ചെയ്യാതിരിക്കുന്നത്? അവിടെയാണ് ആ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൻ്റെ പ്രസക്തി. അവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു ദ പവർ ദാറ്റ് വർക്ക്സ് ഇൻ അസ്, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. അവിടെ ആ ശക്തിയാൽ എന്നുള്ളതിന് അക്കോർഡിംഗ് ടു, ഗ്രീക്ക് ഭാഷയിൽ കാറ്റ, അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യത്തിന് അനുസരിച്ച് മെഷേർഡ് ഔട്ട്, അത് പ്രകാരം നൽകപ്പെടുന്നു, അതിൻ്റെ അളവ് പ്രകാരം നൽകപ്പെടുന്നു, അങ്ങനെ ഒരു അർത്ഥമാണ്. അപ്പോൾ ഞാനും ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യത്തിൽ എന്തുമാത്രം ദൈവിക ശക്തിയാണ് മെഷേർഡ് ഔട്ട്, അത് പ്രകാരം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവം തൻ്റെ ഭാഗം ചെയ്ത് കഴിഞ്ഞു എന്ന ഒരു സാധ്യതയും ആ ഒരു ശക്തി നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നു, അങ്ങനെയാണോ നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ ശക്തിയെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വിധത്തിലാണോ? ഇവിടെയാണ് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഗോഡ്സ് അൺലിമിറ്റഡ് പവർ ഈസ് ലിമിറ്റഡ് ബൈ അവർ പ്രേയേഴ്സ്. ദൈവത്തിൻ്റെ അളവില്ലാത്ത ശക്തിയെ ചുരുക്കി നിർത്തുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ കുറവും കൊണ്ടാണ്. ബൈബിൾ പറയുന്നത് 1 തെസ്സലോനിക്കർ 5:17 ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന്. ചിലർ പറയുമായിരിക്കും, ദൈവത്തിന് എൻ്റെ എല്ലാ ആവശ്യവും അറിയത്തില്ലയോ, എന്നാൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന്. ശ്രദ്ധിക്കണം, ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങളിൽ എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് സ്തോത്രത്തോടുകൂടി അറിയിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥനയെപ്പറ്റിയൊക്കെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ദൈവം തൻ്റെ ശക്തിയെ നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയാണ് 2-ാമത്തെ കാര്യം, വി മസ്റ്റ് റിലീസ് ഗോഡ്സ് പവർ ത്രൂ പ്രെയർ. ആ ദൈവിക ശക്തിയെ പ്രാർത്ഥനയിലൂടെ റിലീസ് ചെയ്യണം. യോഹന്നാൻ 7-ാമത്തെ അധ്യായത്തിൽ യേശു ഒരു പിക്ചർ തരുന്നുണ്ട്, ഒരു നദിയുടെ. യോഹന്നാൻ 7:37 ആ ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസം യേശു എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞത്, ദാഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ എൻ്റെ അടുക്കൽ വരുവിൻ, എന്നിൽ നിന്ന് കുടിപ്പീനും. അത് ആ കൂടാരപ്പെരുന്നാളിൻ്റെ 8-ാമത്തെ ദിവസം, അവസാനത്തെ ദിവസമായിരുന്നു. 7 ദിവസത്തേക്ക് അവർ ജീവനുള്ള വെള്ളത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കും. ആ സമയത്ത് യഹൂദർ ആ വാട്ടർ ഡ്രോയിങ് സെറമണി, വെള്ളത്തെ കോരുന്ന ആ ചടങ്ങിൽ സംബന്ധിക്കും. എന്നിട്ട് മഴയ്ക്ക് വേണ്ടിയും ആത്മീക അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും.
പുരോഹിതർ ആ ജീവിക്കുന്ന വെള്ളം, ആ റണ്ണിങ് വാട്ടർ, ആ ഒഴുകുന്ന വെള്ളത്തെ ആ ശീലോവാം കുളത്തിൽ നിന്ന് ദേവാലയത്തിലുള്ള അൽത്താരയിലേക്ക് കൊണ്ടുവരും. അത് സൂചിപ്പിക്കുന്നത് ദൈവത്തെയാണ് അവർ ആശ്രയിക്കുന്നത്, അക്ഷരാർത്ഥത്തിലുള്ള മഴയ്ക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിനു വേണ്ടിയും. അവർ ആ സെക്കറിയാവിൽ പറഞ്ഞ ആ പ്രവചനത്തെ മുറുക്ക പിടിച്ചിരുന്നു. അതായത് ജീവിക്കുന്ന വെള്ളം വീണ്ടും യെരുശലേമിൽ നിന്ന് ഒഴുകുമെന്നുള്ളത്. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാവും. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസം, 8ാമത്തെ ദിവസം, യേശു എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, ആർക്കെല്ലാമാണോ ദാഹിക്കുന്നത് അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിപ്പീനെന്ന്. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഞാനാണെന്ന്. എന്നിട്ടാണ് ബൈബിൾ യോഹന്നാൻ 7:39 പറയുന്നത്, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ യേശു ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവർത്തികൾ 1:8 പറഞ്ഞത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി നമ്മളിൽ നിന്ന് ഒഴുകും. പക്ഷെ ഇവിടെയാണ് ഒരു സോബറിങ് ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ആ പറഞ്ഞ നദി നല്ല കുത്തൊഴുക്കുള്ള ഒരു നദിയാണോ, അതോ ഇറ്റിറ്റി വെള്ളം വീഴുന്ന സ്ഥിതിയിലാണോ? അതിൻ്റെ കൂടെ മറ്റൊരു കാര്യവും കൂടെ, നമ്മുടെ കാര്യങ്ങൾ, ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു ടാപ്പ് പോലെയുള്ളൊരു ടാപ്പിനെ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവും കൊണ്ട് ആ ടാപ്പിനെ അടച്ചു വെച്ചിരിക്കുകയാണോ? ഈ ഒരു ഇല്ലുസ്ട്രേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ, വളരെ ഉയരമുള്ളൊരു കെട്ടിടത്തിൽ, നിങ്ങൾ അപ്രകാരമുള്ള കെട്ടിടങ്ങളിലൊക്കെ പോയെങ്കിൽ അറിയാം, അവിടെ വെള്ളം തീർന്നു പോയെങ്കിൽ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരില്ല. അപ്പോൾ മോട്ടറിൽ നിന്ന് വെള്ളമൊക്കെ അടിച്ച് അത് പൈപ്പ് അങ്ങോട്ട് ഉടനെ തന്നെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുമോ? ഇല്ല. അപ്പോൾ പൈപ്പിനകത്ത് വെള്ളം കാണത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് അടയ്ക്കും. പക്ഷേ ആ പൈപ്പ് തുറന്നു തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളം ആ പൈപ്പിലൂടെ ഒഴുകാൻ തുടങ്ങും. പ്രാർത്ഥനയും അതുപോലെ തന്നെയാണ്. നമ്മളിൽ പലർക്കും നമ്മളുടെ പ്രാർത്ഥനയെക്കാട്ടിലും വിശ്വാസം ഫ്ലൈറ്റിലും പ്ലെയിനിലും ട്രെയിനിലും ഒക്കെ പോകുന്നതിലുള്ള വിശ്വാസമാണ്. എന്ത് ഗ്യാരണ്ടിയുണ്ട് ഈ പറയുന്ന ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തുമോ എന്നുള്ളത്? അത്രയും പോലും വിശ്വാസമില്ല നമ്മുടെ പ്രാർത്ഥനയിൽ. ചില ഉദാഹരണങ്ങൾ, ഏലിയാവിനെ നോക്കി. ഏലിയാവിന് അറിയാമായിരുന്നു ദൈവം മഴ അയക്കുമെന്നുള്ളത്. എന്നിട്ടും ഏലിയാവ് 7 തവണ പ്രാർത്ഥിച്ചു. ദൈവിക ശക്തി ഏലിയാവ് ആ പ്രാർത്ഥനയിലൂടെ റിലീസ് ചെയ്യായിരുന്നോ? പിന്നെ മറ്റൊരു ഉദാഹരണം, ദാനിയേൽ 10:2-3 വാക്യങ്ങളിൽ കാണുന്നത്, ദാനിയേൽ 3 ആഴ്ച ഉപവാസത്തോടെ ഭക്ഷണമൊന്നും കഴിക്കാതെ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. ദാനിയേൽ ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിച്ചിരുന്നു. എന്നിട്ടാണ് ദാനിയേൽ 10:12 മുതൽ പറയുന്നത്, ആ ദൂതൻ പറയാണ്, ദാനിയേലെ നീ ഭയപ്പെടണ്ട, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ 1ാമത്തെ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടു. അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ദിവസം തന്നെ, 21 ദിവസം പ്രാർത്ഥിച്ചെങ്കിലും അതിൻ്റെ 1ാമത്തെ ദിവസം തന്നെ ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷേ അതിൻ്റെ ഉത്തരം ബ്ലോക്ക് ചെയ്യപ്പെട്ടു, തടസ്സപ്പെട്ടു. പക്ഷേ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നത് കൊണ്ട് ആ ബ്രേക്ക് ത്രൂ വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ദാനിയേൽ ആ 20ാമത്തെ ദിവസം പ്രാർത്ഥന നിർത്തിയായിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞല്ലോ, ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ 1ാമത്തെ ദിവസം തന്നെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നൽകപ്പെട്ടു. പക്ഷേ 21 ദിവസം ഇൻറ്റൻസ് ആയിട്ടുള്ള ആത്മീക യുദ്ധം ആകാശങ്ങളിൽ നടന്നതുകൊണ്ട് അവന് വേണ്ടി അയക്കപ്പെട്ട ഉത്തരം തടസ്സപ്പെട്ടു. ദാനിയേൽ 10:13 തന്നെ പറയുന്നത്, പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു എന്നാണ് ദൂതൻ പറയുന്നത്. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായി മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ദൈവം ദാനിയേലിലേക്ക് അയച്ച ആ ദൂതൻ, ആ ഉത്തരവുമായിട്ട് വന്ന ദൂതനെ ഒരു പൈശാചിക ശക്തി തടസ്സം നിന്നു. ആ പൈശാചിക ശക്തിയെ തന്നെ വിളിക്കുന്നത് പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു. അപ്പോൾ അങ്ങനെ ആ തടസ്സവുമായിട്ട് നിന്നപ്പോഴാണ് മിഖായേൽ എന്ന ഒരു പ്രധാന ദൂതനെയും കൂടെ അയച്ച് അങ്ങനെ ഈ ഉത്തരവുമായിട്ട് വരുന്ന ദൂതനെ റിലീസ് ചെയ്ത് ദാനിയേലിൻ്റെ അടുക്കൽ എത്തിയത്. ഈ ബൈബിൾ പറയുന്ന ഒരു പരമാർത്ഥ സത്യമാണ് എഫേസ്യർ 6:12 കാണുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രിയമുള്ളവരെ, ആകാശങ്ങളിൽ ഒരു ആത്മീക യുദ്ധം ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, നമുക്കുള്ള ഉത്തരം ഓൾറെഡി നൽകപ്പെട്ട് കഴിഞ്ഞു കാണും. പക്ഷേ അതിൻ്റെ ആ മാനിഫെസ്റ്റേഷൻ, അത് വെളിപ്പെട്ടു വരുന്നത് നിർബന്ധമായ ഒരു പ്രാർത്ഥനാശീലം, അപ്രകാരമുള്ളൊരു നിരന്തര പ്രാർത്ഥനയുടെ അവസാനമായിരിക്കാം ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വെളിപ്പെട്ടു വരുന്നത്. ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യർ 1:3 പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ബൈബിൾ പറയുന്നത്
ക്രിസ്തുവിൽ നമുക്ക് സകല ആത്മീക അനുഗ്രഹവും നൽകപ്പെട്ട് കഴിഞ്ഞു. എത്രമാത്രം? സകല ആത്മീക അനുഗ്രഹവും. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളത് കാണാതെ പോകുന്നത്? അതിനുള്ള കാരണം നമ്മൾ ആ ഉത്തരത്തെ സ്വർഗത്തിൽ നിന്ന് ഈ ഭൗമിക മണ്ഡലത്തിലേക്ക് മാറ്റണം. അതിനുള്ളൊരു പ്രധാന വഴിയാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവം തൻ്റെ ശക്തിയെ നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തിയെ നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് റിലീസ് ചെയ്യേണ്ടതെങ്കിൽ ഇനി മൂന്നാമത്തെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ദൈവം തൻ്റെ അഗ്നി ചേർക്കുന്നു. ഗോഡ് ആഡ്സ് ഹിസ് ഫയർ ടു അവർ പ്രേയേഴ്സ്. വെളിപ്പാട് പുസ്തകം 5:8 പറയുന്നത്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. അപ്പോൾ ദൈവമക്കളുടെ പ്രാർത്ഥനയെന്ന് പറയുന്നത് ധൂപവർഗമാണ്. അതിനെ സൂക്ഷിക്കുന്നത് സ്വർഗത്തിലെ പൊൻകലശത്തിലാണ്. ഇനി വെളിപ്പാട് പുസ്തകം 8:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. എന്താണ് സംഭവിച്ചത്? ദൂതൻ ആ പ്രാർത്ഥനകളെ എടുത്തു, അതിൻ്റെ കൂടെ അൽത്താരയിൽ നിന്നുള്ള തീയും കൂടെ മിക്സ് ചെയ്ത് എന്നിട്ട് അതിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയുക. എന്താണ് ആ തീ? കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവിൻ്റെ സമയത്ത് ഇറങ്ങിയ ദൈവിക തീ. ഇസ്രായേൽ മക്കളുടെയും മിസ്രൈമ്യരുടെയും ഇടയ്ക്ക് നിന്ന ദൈവിക തീ. പെന്തക്കോസ് നാളിൽ തീ നാളങ്ങൾ പോലെ ആ കാത്തിരുന്നവർ മേൽ ഇറങ്ങിയ ആ തീ, അത് ദൈവിക ശക്തിയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഹൗ ഫുൾ ആർ യുവർ ബൗൾസ് ഓഫ് പ്രെയർ? നിങ്ങളുടെ പ്രാർത്ഥന നിറഞ്ഞ പൊൻകലശം എത്രമാത്രം ഫുള്ളാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയ്ക്കും ഓരോ ബൗൾ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ജോലി, നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതി. ഇതിലെ ഓരോ മേഖലയ്ക്കും എത്രമാത്രം സമയമാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത്? നിങ്ങളുടെ ആ ബൗളുകൾ സ്വർഗത്തിലിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണുവാൻ സാധിക്കുമെങ്കിൽ എത്രമാത്രം നിറഞ്ഞായിരിക്കും അതിപ്പോൾ? ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. താൻ 63 വർഷം പ്രാർത്ഥിച്ചു ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുവാൻ. മുള്ളറിൻ്റെ മരണത്തിന് കുറച്ച് സമയം മുന്നെയാണ് ആ വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. പിന്നെ നിങ്ങളിൽ ചിലർ സെൻറ്റ് അഗസ്റ്റീനെ പറ്റി കേട്ട് കാണും. തൻ്റെ മാതാവ് തനിക്ക് വേണ്ടി കരഞ്ഞ് വർഷങ്ങളോളം പ്രാർത്ഥിച്ചു. താൻ ഈ ലോകപരമായിട്ടുള്ള ഒരു ജീവിതശൈലിയിൽ നിന്ന് മാറി രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരുവാൻ. എന്നിട്ട് താൻ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം താൻ ക്രിസ്തുവിലേക്ക് വരികയും പിന്നീട് നാം അറിയുന്ന സെയിൻറ്റ് അഗസ്റ്റീനായി മാറി. ബൈബിളിൽ കാണുന്ന ഹന്ന വർഷങ്ങളോളം ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. താൻ വലിയ പ്രയാസത്തിലൂടെയും വലിയ സോറോയിലൂടെയും കടന്നുപോയി. പക്ഷേ തൻ്റെ ഉള്ളിൽ കയ്പുണ്ടായില്ല. പക്ഷേ ദൈവം അവൾക്കുള്ള ഉത്തരം നൽകി. ശമൂവേൽ എന്ന ഒരു കുഞ്ഞിനെ മാത്രമല്ല ദൈവം കൊടുത്തത്, ദൈവം പിന്നീട് 5 മക്കളെയും കൂടെ ഹന്നായിക്ക് കൊടുത്തു. ചൈനയിലേക്ക് ദൈവം അയച്ച ആ മിഷണറി ഹഡ്സൺ ടൈലർ ഇപ്രകാരം പറഞ്ഞു, പ്രാർത്ഥനയുടെ ശക്തിയെ ഇതുവരെയും അതിൻ്റെ ആ ഫുൾ കപ്പാസിറ്റിയിൽ ഒരു സഭയിലും പരീക്ഷ നോക്കിയിട്ടില്ല. എന്നിട്ട് താൻ പറഞ്ഞ ഒരു വെല്ലുവിളിയാണ്, നമ്മൾക്ക് ദൈവിക ശക്തിയും കൃപയും അതിൻ്റെ ആ മുഴുവൻ അളവിൽ കാണണമെങ്കിൽ സഭ മുഴുവനുമായും ദൈവം മുന്നോട്ട് വെക്കുന്ന ആ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കട്ടെ. യെരമ്യാവ് 33:3 തന്നെ പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ആ വാക്യത്തെപ്പറ്റി ഒരു സെപ്പറേറ്റ് സന്ദേശം ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഏതായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലം കാണുന്നില്ല എങ്കിൽ കൂടി നാം എന്തുകൊണ്ടാണ് തുടർന്നും നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത്? കാരണം ദൈവം തൻ്റെ ശക്തിയെ നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയാണ് ആ ശക്തിയെ റിലീസ് ചെയ്യുന്നത്. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ നേരിടുന്ന എതിർപ്പുകളെ മറികടക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ പൊൻകലശങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദൈവം അവയുടെ കൂടെ ദൈവത്തിൻ്റെ തീയേയും കൂടെ മിക്സ് ചെയ്യും. 20ാമത്തെ ദിവസം പ്രാർത്ഥന നിർത്തരുത്. ആ ടാപ്പ്, ദൈവത്തിൻ്റെ ശക്തി ഒഴുകുന്ന ആ ടാപ്പ് നേരത്തെ അടയ്ക്കുകയും അരുത്. തുടർന്നും പ്രാർത്ഥിക്കണം, നിരന്തരമായി പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ കാണുന്നില്ല എങ്കിൽ കൂടി പ്രാർത്ഥനയുടെ ഉത്തരം ഇറ്റ് ഈസ് ഓൺ ദ വേ, അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദേശത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ പ്രാർത്ഥിക്കണോ, പ്രാർത്ഥന നിർത്തണോ എന്ന് ആലോചിക്കുന്ന മറ്റാരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ അവർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എപ്പോഴും ഓർക്കണം, ഗോഡ്സ് ഡിലേസ് ആർ നോട്ട് ഹിസ് ഡിനയൽസ്. ദൈവത്തിൻ്റെ താമസം എന്നത് ദൈവത്തിൻ്റെ നിരാകരണമല്ല. അതുകൊണ്ട് തുടർന്നും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.
നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.